നമ്മളുടെ അടുത്തൊരു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു 7 months ഓൾഡ് കുട്ടിയാണ്. ബേൺസ് കഴിഞ്ഞ് 5 ദിവസത്തിന് ശേഷമാണ് വരുന്നത്. കാലില് ഇൻഫെക്റ്റഡ് ആയി ഓൾറെഡി ബേൺസ് വൂണ്ട്. ഇനീഷ്യൽ പീരീഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കറിയാം ബേൺസിന്റെ ഓരോ വൂണ്ടിനും ഓരോ പോലെയാണ് നമ്മൾ ഡ്രസ്സിങ്സ് തീരുമാനിക്കുക. അതിന്റെ ആഴവും ജനറൽ കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബേൺസ് ഡ്രസ്സിങ്ങും ചെയ്യുക, ക്ലീനിങ്ങും ഒക്കെ അതിൻ്റെതായ രീതിയുണ്ട് ബേൺസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ. അന്ന് വന്നപ്പോഴത്തേക്കും ചെറിയൊരു പെർസെൻറ്റേജ് ബേൺസ് ആണ്, പക്ഷെ അതൊരു 7 month ഓൾഡ് ആയതുകൊണ്ട് കാലിൽ നിന്ന് ഇൻഫെക്ഷൻ കയറിയ ആൾക്ക് പനി വന്നതിന് ശേഷമാണ് വരുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പിന്നെ വന്നിട്ടുള്ളത് ഒരു 80 വയസ്സുള്ള അമ്മ, മോർ ദൻ 50% ബേൺസ് ആയിരുന്നു. അപ്പൊ അവര് നമ്മള് ഫ്ലെയിം ബേൺസ് ആയിരുന്നു. അവര് വന്നത് കുറെ സ്ഥലത്ത് അന്വേഷിച്ച് കറങ്ങി തിരിഞ്ഞ് എത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 hours കഴിഞ്ഞു ഫ്രം ദാറ്റ് ഇനീഷ്യൽ ബേൺസ് ടൈം. എന്തുകൊണ്ടാണ് അവർക്ക് പല ഹോസ്പിറ്റൽസിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ബേൺസ് ICU ഇല്ല, അത് നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ടാണ് ശുശ്രുത സെന്റർ ഇപ്പോൾ ബേൺസ് ICU വെസ്റ്റ്ഫോർഡ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് റീസെന്റ്. അത് പലർക്കും അറിയില്ല. ബേൺസ് ICU എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ICU പോലെ അല്ല അല്ലെ, യൂഷ്വലി നമ്മൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ICU വേണം. ബാക്കി ICU പേഷ്യൻസിന്റെ കൂടെ സാധാരണ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിനും ഒക്കെ പേഷ്യൻസ് ICUയിൽ അഡ്മിറ്റ് ചെയ്യാന്ന് നമ്മൾ പറയാം. പക്ഷെ ബേൺസിന് ബേൺസ് ICU തന്നെ വേണം, സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അതിൻ്റെതായ മോണിറ്ററിങ്ങും. പിന്നെ നമുക്ക് ബേൺസിന്റെ ട്രെയിൻഡ് ആയ സ്റ്റാഫ് ഉണ്ട്, അതിനായിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. ബേൺസിന് എന്തൊക്കെ നോക്കണം, പിന്നെ ഇനീഷ്യൽ മാനേജ്മെന്റും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണതും വൂണ്ട് വാഷ് ചെയ്യണതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടീം ആയതുകൊണ്ടാണ് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം 24 hours ബേൺസിന് കെയർ വേണം. സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോരോ ഡിസിഷൻസ് എടുക്കുമ്പോഴേ, ഈ ഡിസിഷൻസ് എടുക്കുന്ന പറയുമ്പോൾ നമുക്ക് നിങ്ങളെപ്പോലെ 2 എക്സ്പീരിയൻസ് ആയിട്ടുള്ള 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ള വലിയ കാര്യമാണ് നമ്മുടെ ടീമിന്റെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളുടെ അടുത്ത് പേഷ്യന്റിനെ കിട്ടുന്നു അത്രയും നല്ലതാണെന്ന് തോന്നുന്നു.